മലയാളികൾ ഒട്ടടങ്കം കാത്തിരുന്ന ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 150 രൂപയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി സർവീസ് ചാർജും കൊടുത്ത് 210 രൂപയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ പടം പോയി കണ്ടത്. എന്റെ 210 രൂപ വെള്ളത്തിൽ പോയില്ല എന്ന് 101% ഞാൻ ഉറപ്പിച്ചു തന്നെ പറയും. എനിക്ക് പടം വർക്കായി, അതായത് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഓക്കെ, പടം ഡയറക്റ്റഡ് ബൈ ഹനീഫ് ആദേനി, പ്രൊഡ്യൂസ്ഡ് ബൈ ഷെരീഫ് മുഹമ്മദ്, ഉണ്ണി മുകുന്ദൻ, ജഗദീഷ് ഏട്ടൻ, അൻസൻ പോൾ, പിന്നെ നമ്മുടെ സിദ്ദിഖൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജ്. മാൻ അടിപൊളി വർക്ക്. എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദ്, കൊള്ളാം. മ്യൂസിക് ബൈ രവി ബസ്രു. മ്യൂസിക് ചെയ്തിരിക്കുന്ന വ്യക്തിയെ പറ്റി പറയാനാണെങ്കിൽ പടം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബുമ്മെന്നും പറഞ്ഞ് അടിച്ചാണ് മണ്ടക്കി കയറി നിൽക്കുന്ന മ്യൂസിക്. പിന്നെ ഒരു ഓളത്തിൽ പോകുന്ന കാണാം, പിന്നെയും ഇടയ്ക്ക് ഒരു ബൂസ്റ്റ് കൊടുത്ത് അങ്ങനെ നല്ല രീതിയിലുള്ള പണി തന്നെ നമ്മുടെ രവി ബസ്രു ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ നോക്കിയിട്ട് കാണാത്തത് ഒരു കാര്യമാണ്, ഈ പടത്തിന്റെ സ്റ്റണ്ട് മാസ്റ്റർ ആരാണ്, ലൈക്ക് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ആരാന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലായില്ല, ലൈക്ക് നമ്മുടെ വിക്കിപീഡിയ നോക്കിയിട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്ത ആരാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. കാരണം ഹി നീഡ്സ് എ ക്ലാപ്പ്. എന്റെ മക്കളെ, നല്ല ഒന്നാം തരം പണിയെടുത്തിട്ടുണ്ട്. ആരാണെങ്കിലും അതിന് നല്ല ഒന്നാം തരമായിട്ട് കൂട്ടുനിന്ന് ആ ഒരു പണിക്ക് കൂടെ കൂട്ടപ്പണി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. ഉണ്ണി മുകുന്ദൻ വേറൊരു ലെവലിലേക്ക് തന്നെ പോയ ഒരു പടം തന്നെയാണിത്. ഈ പടം റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പൊക്കെ ജഗദീഷ് ചേട്ടനൊക്കെ പല ഇന്റർവ്യൂലൊക്കെ പറയുന്നത് കേട്ടു ഒന്നാം തരം വയലൻസ് ആണെന്ന് പടം. ഈ പടം ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ഹാഫ് വരെ എന്നെ അത്ര അങ്ങോട്ട് ത്രസിപ്പിച്ചൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ ഒരു ലാഗ് ഫീൽ ചെയ്തു ചെറുതായിട്ട്. അത് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം, ഒരു പാട്ടൊക്കെ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ട്. ആ പാട്ടിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇച്ചിരി വെറുപ്പായി പോയി ആ പാട്ട്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി എനിക്ക് ലാഗ് അടിച്ചു. ആ ലാഗ് അടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് വായൊക്കെ പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴത്തേക്ക് ഇന്റർവെല്ലായി. ഇന്റർവെല്ലിന് ശേഷം പിന്നെ എന്നെ പടം മറ്റേ ജൈൻവീൽ കയറ്റിയിരുത്തി കൊണ്ടുപോയ പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്റെ മോനെ അപാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് കഥയൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും പടത്തിന്റെ കഥയൊന്നും നോക്കി പടം കാണാൻ പോകരുത്, ഒരു എക്സ്പെക്ടേഷനും വെച്ച് പോകരുത്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടത്തിൽ ഞാൻ അങ്ങനെ പടം എക്സ്പെക്ട് ചെയ്ത് പോവാറില്ല. എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോയി. പക്ഷെ ഒരു കുഞ്ഞ് എക്സ്പെക്ടേഷൻ ജഗദീഷ് ചേട്ടനൊക്കെ പറഞ്ഞത് വെച്ചിട്ട് പടത്തിൽ മുടിഞ്ഞ വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞു പോയപ്പം ഫസ്റ്റ് ഹാഫ് ഒരു ഇന്റർവ്യൂ വരെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ വയലൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. വലിയ ഗുമ്മൻ വയലൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുന്ന 2 ഫൈറ്റുകളുണ്ട്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ അങ്ങോട്ട് വന്നിട്ട് മെഷീൻ ഗൺ വെച്ച് ഒരു പെടപ്പങ്ങോട്ട് പെടപ്പിക്കും. അതും പോട്ടെ, ആ ഫൈറ്റിന് തൊട്ടു മുമ്പ് 2 വില്ലന്മാര് നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ വീട്ടിലോട്ട് വന്നൊരു പരിപാടിയുണ്ട്. എന്റെ പൊന്നെ, ഞാൻ കുറച്ചു നേരം കൈയൊക്കെ ഉണ്ടല്ലോ കണ്ണിലിങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് നോക്കിയിരുന്നു. എനിക്ക് ആ ഫൈറ്റ് മൊത്തത്തിൽ കാണാൻ വയ്യായിരുന്നു. വയലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തില് ഇങ്ങനൊരു ഇതുവരെ നിങ്ങൾ ആരും കണ്ടു കാണത്തില്ല. ഇത്രയും വയലൻസ് ഉള്ള ഒരു മലയാളം പടം നിങ്ങൾ കണ്ടും കാണത്തില്ല. ഇനിയും വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതുവരെ മലയാളത്തില് ഹോളിവുഡും ബോളിവുഡും നമ്മുടെ ടോളിവുഡിലും അല്ലെങ്കിൽ തെലുങ്കിലും ഒക്കെ വയലൻസ് ഉള്ള പടങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം എന്റെ പൊന്നെ ഞാൻ കണ്ടിട്ടില്ല. അപാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പും ഉണ്ട്, പക്ഷെ അത്രയ്ക്കും വയലൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ക്ലൈമാക്സിലൊക്കെ വരുന്ന വയലൻസ്, അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ എടുത്തു പറയണം. ഞാൻ അതാണ് പറഞ്ഞത്, എന്റെ പൊന്നു മനുഷ്യ, ഹാൻഡ്സ് ഓഫ്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പടത്തിൽ ജഗദീഷ് ഏട്ടന്റെ തുടക്കത്തിലൊക്കെ കാണുമ്പോഴത്തേക്ക് അത്ര വലിയൊരു ഗുമ്മൻ സാധനമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് ജഗദീഷ് ഏട്ടൻ എന്ന് പറയുന്ന ആ നടനെ നമുക്ക് കാണാൻ പറ്റും. എന്റെ പൊന്നെ, ദ ക്ലാസ്, ദ മാസ്. ഉണ്ണി മുകുന്ദനെ ക്ലാസ് എന്ന് ഈ പടത്തിൽ എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല. ഉണ്ണി മുകുന്ദൻ ദ മാസ്, അത്രേ ഉള്ളൂ ഉണ്ണി മുകുന്ദൻ ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. ദ മാസ്. ഉണ്ണി മുകുന്ദന്റെ ഫാൻസിന് എന്താണെങ്കിലും പടം വർക്കാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം, ഫാമിലി ഓഡിയൻസിന് ചിലപ്പം പടം വർക്കാവാൻ ചാൻസ് ഇല്ല. ഫാമിലി ഓഡിയൻസ് പോകത്തില്ല, പിള്ളേർക്കൊന്നും 18 വയസ്സിന് മേളിലുള്ളവർക്കല്ലേ പടം പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാമിലി കാണാൻ പോകുന്നത് കുറവായിരിക്കും. ഫാമിലി പോയാൽ തന്നെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളൊക്കെ, ഞാൻ കയറിയ ഷോയ്ക്ക് എനിക്ക് തോന്നുന്നു കൂടിപ്പോയ ഒരു 8-9 സ്ത്രീകളുണ്ടായിരുന്നു എല്ലാരും. പക്ഷെ പടം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെയൊക്കെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നു. അവിടെ കാണാൻ വാളൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി, കാരണം അതുപോലെയാണ്. പിന്നെ പടത്തിന്റെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പുതിയ ഒരു വില്ലനും കൂടെ വരുന്നുണ്ട്. എനിക്ക് അയാളുടെ പേരും അറിയില്ല. ബട്ട് ഹൂവർ മാൻ, ഗംഭീര വില്ലൻ, ഒരു രക്ഷയില്ലാത്ത വില്ലനൊക്കെയാണ്
ആ കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടന്റെ മോനായിട്ട് വന്നിരിക്കുന്ന എന്റെ അളിയാ പൊളി. നീയൊക്കെയാണ് ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു എന്താണ് ഇപ്പോഴത്തെ ഒരു കിടപ്പ് തന്നെ മാറിയിരിക്കുകയാണ്. ഓരോ പടം ഇറങ്ങുമ്പോഴും മറ്റേ പീക്കിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രി. ഇത് നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ഉണ്ണിമുകുന്ദൻ എന്നും ഓർക്കാൻ പറ്റിയ ഒരു പടം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വർക്കാവും, പടം ഒരുപാട് പേര് കാണും. പടം ഒരുപാട് പേര് കാണുക ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളെ ഒരു ഇന്റർവെല്ലിന് ശേഷമൊക്കെ പിടിച്ചിരുത്തോടോ. പടം കഴിഞ്ഞത് ഞാൻ പെട്ടെന്ന് അയ്യോ പടം കഴിഞ്ഞോ, അല്ലെങ്കിൽ പടം നമ്മൾ ഈ റൈറ്റിംഗ് ഒക്കെ എഴുതി കാണിക്കുമല്ലോ, പടം തീരുമ്പോഴത്തേക്ക് റൈറ്റിംഗ് ഒക്കെ എഴുതി കാണിച്ച ഒരു സാധനം വന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു മിനിറ്റോളം ഒരു ചെറിയൊരു പോർഷൻ കാണിക്കുന്നുണ്ട്. അത് മാത്രം എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സാധനമൊക്കെ ആയിരിക്കും. അഥവാ പടം ഹിറ്റ് ആവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ അടിച്ചു കൂട്ടാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഹനീഫ അദേനി ഇട്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കാം. പക്ഷെ അതും എനിക്ക് ഒന്നും ക്ലിയർ ആകാതെ കൊണ്ടുവന്ന ആ ഒരു സാധനം ഇതിന്റെ എൻഡിൽ വെച്ച പോലെ എനിക്ക് തോന്നി. റേറ്റിംഗ്സ് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ അഭിനയിച്ച ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഒരു ചെറിയ സാധനം കാണിച്ചത് അതങ്ങോട്ട് എനിക്ക് പിടിച്ചില്ല ഇറ്റ്സ് വർക്കായില്ല ചെറുതായിട്ട്. പക്ഷെ മൊത്തത്തിൽ പടം നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ടത്, ഞാൻ സ്റ്റണ്ട് പറഞ്ഞല്ലോ, ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ മക്കളെ കാലക്കം പണി തന്നെ ചെയ്തിട്ടുണ്ട് അവരെല്ലാരും. പിന്നെ സിദ്ദിഖിക്ക നിങ്ങൾ പണ്ടേ തെളിയിച്ചതാണ് നല്ലൊരു കാലക്കൻ നടനാണെന്ന്, ഇവിടെയും അത് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ദിഖിക്കയുടെ ഒക്കെ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് ചെറിയ സ്കോറും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സിദ്ദിഖിക്ക കൊടുക്കുന്ന അപാരമായിട്ടാണ് കേട്ടോ. മ്യൂസിക് ഒക്കെ ആ ഒരു പോർഷനൊക്കെ എത്തുമ്പോൾ അപാരമാണ്. മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഈ പടത്തില് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ ഒരു പാട്ട് മാത്രം, അത് മാത്രം അങ്ങോട്ട് പക്ഷെ അധികം ലെങ്ത് ഉള്ള ഒരു പാട്ടൊന്നുമല്ല, കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ. ആ പാട്ട് വെറുപ്പിക്കുമെന്ന് ചിലപ്പം സംവിധായകന് തോന്നിയത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അത് കട്ട് ചെയ്ത് വല്ലതായിരിക്കും. പക്ഷെ എന്താണെങ്കിലും അത് മൊത്തത്തിൽ ചിലപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പാട്ടിന്റെ പിച്ചെങ്കിലും വേണം, അതുകൊണ്ട് അത് വെച്ചതായിരിക്കാം. പക്ഷെ എന്തായാലും ഓൾ ഇൻ ഓൾ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഞാൻ പറയുന്നു, ഉണ്ണിമുകുന്ദൻ ഇനിയും വേറെ ലെവലിലേക്കായിരിക്കും അങ്ങോട്ട് കയറാൻ പോകുന്നത്. ചില ചേട്ടന്മാർ ഇന്ന് ഈ പടം റിവ്യൂ ചെയ്യുന്നത് കാണാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്കൊന്ന് കാണണം എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന്. വലിച്ചു കീറി ഒട്ടിച്ച് കിഡ്നിയൊക്കെ പുറത്തെടുത്ത് അതിനകത്തുനിന്ന് ഞരം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിരിക്കും ചില ചേട്ടന്മാരിരിക്കുന്നത്. ഞാൻ അങ്ങനൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ പൈസ മുടക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ പടത്തിന്റെ കഥയിലേക്കൊന്നും ഇറങ്ങി ചെല്ലാൻ താല്പര്യമില്ല. സ്പോയിലർ ആക്കി കളയും, എനിക്ക് സ്പോയിലർ ആക്കേണ്ട ഒരു പടവും. പിന്നെ വലിച്ചു കീറി അങ്ങനെ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പടത്തിന്റെ കഥ അങ്ങനൊന്നും നിങ്ങൾ നോക്കി പോകരുത്. കഥയൊന്നും അല്ല ഈ പടത്തിന്റെ. കഥ നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശരായി പോകും. കാരണം വലിയ കഥയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ നോക്കാനായിട്ടും പറയാനായിട്ടും ഒന്നുമില്ല. ഉണ്ണിമുകുന്ദന്റെ ഒരു മാസ് നമ്മൾ കാശ് കൊടുത്ത് കാണുന്നെങ്കിൽ നമ്മൾ എന്റർടൈൻഡ് ആവുന്നുണ്ടോ? നമ്മളൊരു ഇന്റർവെല്ലിന് ശേഷം എന്റർടൈൻഡ് ആവും. തുടക്കത്തിൽ ഒരു ഇച്ചിരി ലാഗൊക്കെ ഫീൽ ചെയ്താലും. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു സിനിമയുടെ അഭിപ്രായം എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഒരു റേറ്റിംഗ് ഒക്കെ 10 കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി ചിലപ്പോൾ ഒരു 7 ഒക്കെ കൊടുത്തേക്കാം. ഒരു 6.5 7 ഒക്കെ എന്താണെങ്കിലും ഞാൻ കൊടുക്കും. 7 കൊടുക്കാം പടത്തിന്. കാരണം അതുപോലെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടോ പടത്തിന് വേണ്ടി. പിന്നെ ഇതിന്റെ സ്റ്റണ്ട് ക്രൂ ലൈക്ക് ബാക്കി ആക്ടേഴ്സ്. പിന്നെ ഇതിനകത്ത് ഉണ്ണിമുകുന്ദന് ഒരാവശ്യവും ഇല്ലാതെ ഒരു നായികയെ കൊണ്ടിരുന്നുണ്ട്. ആ നായികയുടെ ഒന്നും ആവശ്യമില്ല ഈ പടത്തില്. പിന്നെ എന്തിനോ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കലാകുതാമൊക്കെ പോകും. പക്ഷെ എന്താണെങ്കിലും അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ കഥയ്ക്ക് അത് ആവശ്യമില്ലടേ, അത്രേ ഉള്ളൂ. ഈ കഥയ്ക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ പടം ഓൾ ഇൻ ഓൾ വർത്ത്. കാശ് കൊടുത്ത് പോയി കണ്ടതിന്റെ ആ ഒരു എന്റെ കാശ് പോയില്ല എന്നുള്ളൊരു സംതൃപ്തി എനിക്ക് എന്തായാലും ഈ പടം കൊണ്ടുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുക. ഓക്കെ.